ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിനായി വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ് ഉലർത്തിയത്, അതായത് പൊട്ടറ്റോ ലേഡി ഫിംഗർ സ്റ്റിർ ഫ്രൈ. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, ഒരു 20 വെണ്ടയ്ക്കയുണ്ട്, ഒരു വലിയ കഷ്ണം ഉരുളക്കിഴങ്ങ്, ഒരു തണ്ട് കറിവേപ്പില, 3 പച്ചമുളക്, ഉപ്പ്, വെളിച്ചെണ്ണ, കടുക്, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകം പൊടിച്ച പൊടി ലാസ്റ്റ് ചേർക്കുന്നത്. ഇത്രയുമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് വെണ്ടയ്ക്ക അരിഞ്ഞ് ചെറിയ കഷ്ണമാക്കാം. ഇളം വെണ്ടയ്ക്ക എടുക്കണം, അധികം മൂക്കാത്ത വെണ്ടയ്ക്ക. നമുക്ക് ചെറിയ പീസായി ആദ്യം എടുക്കാം. അതേമായി വെണ്ടയ്ക്കയുടെ സൈഡ് 2 കട്ട് ചെയ്ത് ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്യണം. എല്ലാ വെണ്ടയ്ക്കായും ഇതേപോലെ തന്നെ കട്ട് ചെയ്യുക. വെണ്ടയ്ക്ക എല്ലാം പീസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ തൊലി ചെത്തിയെടുക്കാം. അതിനായി 2 സൈഡ് ആദ്യം കട്ട് ചെയ്ത ശേഷം ഒത്തിരി വലുപ്പമില്ലാത്ത മീഡിയം ടൈപ്പിൽ പീസാക്കി എടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ അരിയാം. പൊട്ടറ്റോ അരിഞ്ഞ് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. അധികം കളർ മാറുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കാം. സവാള അരിഞ്ഞ് പീസാക്കിയിട്ടുണ്ട്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ആദ്യം ഒരു സ്റ്റൗ കത്തിക്കാം. ഇതിലേക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. പാൻ ചൂടാക്കാം.
പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. കടുക് ചൂടാകുമ്പോൾ എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകവും എല്ലാം ഒന്ന് ചെറുതായി ഒന്ന് മൂക്കട്ടെ. ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് സവാള, പച്ചമുളക്, കറിവേപ്പില ഉള്ളി ചെറുതായി വാടുമ്പോൾ നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതിൽ കിടന്ന് എണ്ണയിൽ കിടന്നൊന്ന് വാഴലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പൊട്ടറ്റോ ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ ചേർത്തൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. പൊട്ടറ്റോയ്ക്ക് ഒരു നിറം കിട്ടാനായി നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്യാം. ഈ സമയം നമുക്ക് വെണ്ടയ്ക്ക ചേർക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്നു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. 2 മിനിറ്റ് ആയിട്ട് ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ആവട്ടെ. പൊട്ടറ്റോയും വെണ്ടയ്ക്കായെല്ലാം അതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ഒക്കെ വെന്തോന്ന് നോക്കാൻ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. പൊട്ടറ്റോ വെന്തിട്ടുണ്ട് എങ്കിൽ വെണ്ടയ്ക്കായും വെന്തു. എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക ഉലർത്തിയത് റെഡി. സമയം നമുക്ക് ഉപ്പ് കൂടെ ഒന്ന് നോക്കാം. ഒരു ലേശം ഉപ്പും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം.
എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക ഉലർത്തിയത് റെഡി. ഫ്ലെയിം ഓഫ് ചെയ്യുക. പാത്രത്തിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയെല്ലാം നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഉരുളക്കിഴങ്ങ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തി, ബ്രെഡ് എല്ലാത്തിൻ്റെയും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെണ്ടയ്ക്ക പൊട്ടറ്റോ ഉലർത്തിയത് റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.